നന്ദിയുടെ പ്രകാശം. ഒരു ചെറിയ പട്ടണത്തിലെ യുവാവായ രോഹിത്. ജീവിതത്തിൽ എല്ലാമുണ്ടായിട്ടും അയാൾക്ക് തോന്നിയത്, ഇതില്ല, അതില്ല, മറ്റുള്ളവർക്കുള്ളത് എനിക്കില്ല. സൗകര്യങ്ങൾ നിറഞ്ഞ ജീവിതം, പക്ഷേ മനസ്സ് ശൂന്യം. ഒരു രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ മഴയിൽ നനഞ്ഞ തെരുവിന്റെ കോണിൽ പഴകിയ വസ്ത്രം ധരിച്ച ഒരു ഭിക്ഷക്കാരനെ കണ്ടു. അവന്റെ കണ്ണുകളിൽ ക്ഷീണം, വയറ്റിൽ വിശപ്പ്, പക്ഷേ മുഖത്ത് അസാധാരണമായൊരു സമാധാന പുഞ്ചിരി. അമ്പരന്ന രോഹിത് ചോദിച്ചു, അച്ഛാ, ഇത്ര കഷ്ടപ്പെടുമ്പോഴും നിങ്ങൾക്കിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത്? ഭിക്ഷക്കാരൻ തലയുയർത്തി പറഞ്ഞു, മകനേ, എനിക്ക് ഭക്ഷണം കിട്ടുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. കിട്ടാത്ത ദിവസങ്ങളിലും ജീവിച്ചിരിക്കുന്നുവെന്നതിന് നന്ദി പറയുന്നു. നന്ദിയോടെ നോക്കിയാൽ ഇരുട്ടിൽ പോലും പ്രകാശം കാണാം. ആ വാക്കുകൾ രോഹിത്തിന്റെ മനസ്സിൽ ഇടിഞ്ഞു വീണ മിന്നലുപോലെ. അന്നുമുതൽ രാവിലത്തെ സൂര്യോദയത്തിന് അയാൾ നന്ദി പറഞ്ഞു. വീട്ടിലെ കുടുംബസ്നേഹത്തിന് നന്ദി പറഞ്ഞു. സാധാരണ ഭക്ഷണത്തിനു പോലും നന്ദി പറഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ രോഹിത് തിരിച്ചറിഞ്ഞു, സന്തോഷം പുറത്തല്ല, ഉള്ളിൽ നിന്നാണുയരുന്നത്. ജീവിതം മാറിപ്പോയി. മുഖത്ത് ചിരി, ഹൃദയത്തിൽ സമാധാനം. പാഠം: നന്ദി പറയുന്നത് ജീവിതത്തിലെ കുറവുകൾ ഇല്ലാതാക്കില്ല, പക്ഷേ ഉള്ളതിനെ വിലമതിക്കാൻ കണ്ണുകൾ തുറന്നു തരികയാണ്. മനസ്ഥിതി തുറക്കണേ. നന്ദിയോടെ നോക്കാം.